ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ വീട്ടിലും ഇതുപോലെ കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടോ? എന്നാലിതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചോളൂ. നിങ്ങൾക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കണ്ട് നന്നായിട്ട് ഞാനിത് കഴുകി വൃത്തിയാക്കി നല്ല ഇല മാത്രം എടുത്തിട്ടുണ്ട്. ചീത്ത ഇലകളൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കളയണം. കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചും കൂടി എടുക്കണം. ഒട്ടും വെള്ളമില്ലാത്ത വിധത്തിൽ ഒന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഈ കറിവേപ്പില ആരും പാഴാക്കി കളയാതെ ഞാൻ ഉണ്ടാക്കുന്ന ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലൊരു സ്വാദാണ്. അതുകൂടാതെ ഞാനൊരു സംഭവം കൂടി ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഇതിൽ കാണിക്കാം. അപ്പം ആദ്യം വേണ്ടത് നമുക്ക് ഒരു ബൗള് നിലക്കടലയാണ്. ക്വാണ്ടിറ്റിയൊക്കെ ഇപ്പം നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. ഇതിൽ കുറച്ചെടുത്താലും കൂട്ടിയെടുത്താലും ഒന്നും കുഴപ്പമില്ല. പിന്നെ പരിപ്പാണ്, കടലപ്പരിപ്പാണ്, അതും ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പും ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കഴുകി തുടച്ചെടുത്തതാണ്. പിന്നെ എള്ള്, അതും ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. കറുത്ത എള്ളായാലും വെളുത്ത എള്ളായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ജീരകം നമുക്കൊരു 2 ടീസ്പൂണോളം ചേർക്കാം. അതിനുശേഷം വെളുത്തുള്ളി ഒരു 10-12 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ഒരു 10-12 വറ്റൽമുളക്, അത് എരിവുള്ള മുളക് തന്നെ ഉപയോഗിക്കണേ. ഇത് കശ്മീരി മുളക് പൊടിയാണ്. ഇത് കളറ് കിട്ടാൻ വേണ്ടി മാത്രം. അതൊരു 2 സ്പൂൺ എടുക്കാം. നമുക്ക് വലിയൊരു സ്പൂണിന് 2 സ്പൂൺ എടുക്കാം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, അത് വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. അതും ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് എടുക്കാം. ഇത്രയൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്നുള്ളത് ഇത് തേങ്ങയല്ല, ഇത് കൊപ്രയാണ് കേട്ടോ. കൊപ്ര ഞാനിത് ഇങ്ങനെ ഗ്രേറ്റ് എടുത്തതാണ്. ഇതുപോലെ അതിൻ്റെ പുറമത്തെ കറുപ്പൊക്കെ കുറച്ച് പോക്കിയിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഒരു തേങ്ങ വേണ്ട, ഒരു പകുതി മുറി മതി, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതാണ്, മുരിങ്ങ ഇല പൊടിച്ച് വെച്ചത്. ഇത് ഞാൻ വേനൽക്കാലത്ത് ചെയ്തു വെക്കുന്നതാണ്. ഈ കർക്കിടകം വന്നാൽ നമുക്ക് മുരിങ്ങയുടെ ആവശ്യമില്ല, കഴിക്കൂല എന്നൊക്കെ പറയും. അപ്പോൾ അതിന് മുമ്പേ ഞാൻ വെട്ടിയിട്ട് ഉണക്കി പൊടിച്ച് വെക്കുന്നതാണിത്. ഇത് കറികളിൽ, പരിപ്പ് കറി, അങ്ങനെ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് അത് ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഇതിപ്പോൾ തൽക്കാലം ഇന്ദുപ്പാണ്. സാധാ ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് അത് എടുക്കുകയാണെന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തു. ഇതൊന്ന് നമുക്ക് നല്ല ക്രിസ്പി ആവുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട് ഓയിലാണ്. ഗ്രൗണ്ട് നട്ട് ഓയിൽ ഒരു സ്പൂൺ. ഇതിലാകെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു എണ്ണ മാത്രമേ ഉള്ളൂ, ഒരു സ്പൂണ് മാത്രം കേട്ടോ. അതും നിർബന്ധമില്ല, ഞാൻ പെട്ടെന്നൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രം. അതല്ല, എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തും ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, പൊടിച്ചാലിങ്ങനെ പൊടിയുന്ന വിധത്തിൽ ആയി വരണം. ആ വിധത്തിൽ ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക. നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇനി ഇത് മാറ്റി ഇതേ പാനിൽ നമുക്ക് ബാക്കി വരുന്ന ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ടുകടലല്ല, കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല മൂത്ത് വരുന്ന സമയത്ത് ഇതും മാറ്റി വെക്കാം. ഒന്ന് ചുവപ്പ് കളറായി വരുന്നവരെ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പും ഇതേപോലെ ഒന്ന് വറുത്ത് ഒരു ചുവപ്പ് കളറായി വരുന്ന സമയം നോക്കി നമുക്ക് പൊടിഞ്ഞ് വരുന്ന ആ ഒരു ഇത് നോക്കിയിട്ട് കണ്ടോ, ഇങ്ങനെയായിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ ഗ്രൗണ്ട് നട്ട് നിലക്കടല വറുത്തെടുക്കുക. വറുത്ത കടലുണ്ടെങ്കിൽ വറുത്ത കടല എടുക്കുക. ഇല്ലെങ്കിൽ ഇതെല്ലാം ഞാനൊന്നും എണ്ണയില്ലാതെ ഡ്രൈ ആയിട്ടാണ് എല്ലാം വറുത്തെടുക്കുന്നതെന്ന് ഓർക്കണേ. പക്ഷെ ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും പിന്നെ ചപ്പാത്തിക്കായാലും പൂരിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്, ദോശയ്ക്കൊക്കെ. ഇപ്പോൾ എള്ളും കൂടി വറുത്തെടുക്കാം. എള്ള് കുറച്ചൊന്ന് ഇങ്ങനെ ചുവന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ജീരകം കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. എള്ള് കണ്ടോ പൊട്ടി വരുന്ന ഒരു സമയം വരുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുക. എല്ലാം ഞാൻ നന്നായിട്ട് നനഞ്ഞ തുണിയിൽ തുടച്ചെടുത്തതാണ് കേട്ടോ. കാരണം മഴയായത് കാരണം ഉണക്കാനൊക്കെ പ്രയാസമാണ്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം എല്ലാം നനഞ്ഞ തുണിയിലിട്ടിട്ട് തുടച്ചെടുത്ത്
വറുത്തതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇതെല്ലാം കഴുകി ഉണക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. ഇനി അടുത്തത് നമ്മൾ കൊപ്പരയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ച തേങ്ങയല്ല കേട്ടോ, കൊപ്പരയാണ്. അതുകൊണ്ട് കൊപ്പര ഒരുപാട് നേരമൊന്നും അടുപ്പത്തിട്ട് ഇങ്ങനെ ഇതാക്കണ്ട, പിന്നെ അതിൽ നിന്ന് ഓയിൽ റിലീസാവും. അപ്പോൾ അത് പാടില്ല. ഓയിൽ ഇങ്ങനെ പുറത്ത് വരുന്ന ആ പരുവൊന്നും ആവണ്ട. അതിൻ്റെ മുമ്പേ നമുക്ക് ഒന്ന് ചുവന്ന് വരുമ്പോഴേക്ക് എടുത്ത് മാറ്റാം. കൊപ്പര ആയതുകൊണ്ട് ഒന്നും കേട് വരില്ല. പച്ച തേങ്ങ ആണെങ്കിലേ കേട് വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമ്മൾ വീട്ടിലൊക്കെ ഉണങ്ങി കിടക്കുന്ന തേങ്ങകളൊക്കെ ഉണ്ടാവില്ലേ എന്തായാലും. ഇനി വെളുത്തുള്ളി വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് ഇത് പിന്നെ ക്രിസ്പി ഒന്നും ആവില്ലല്ലോ എന്തായാലും. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചെറിയ ചുവപ്പ് കളറാകുന്ന സമയം വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ നമുക്ക് ശരീരത്തിന് നല്ല സാധനങ്ങളാണ്. എല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. എല്ലാവരും ഉണ്ടാക്കണം ചമ്മന്തിപ്പൊടി. വീട്ടിൽ കറിവേപ്പിലുള്ളവരെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. പിന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് നിങ്ങൾ എരിവിന് ആവശ്യത്തിന് എടുക്കണേ. എങ്ങനെയുള്ള എരിവാണുള്ളത്, വറ്റൽമുളകാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കുറച്ച് എരിവുള്ളതാണ്, ആവശ്യത്തിന് എരിവുള്ളതാണ്. ഞാനിതിൻ്റെ ലാസ്റ്റിൽ ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് മുഴുവൻ കുരുമുളകാണെങ്കിൽ ഇത് വറുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കുരുമുളകും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ കുരുമുളക് പൊടി ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ ഇടുന്നത് അത് വെറും കളറിന് വേണ്ടിയാണ്. ഇത് കണ്ടോ, ഒന്ന് നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇതെല്ലാം പൊടിഞ്ഞ് വരും ഇപ്പോൾ. അതുപോലെ ആയിട്ടുണ്ട്. എല്ലാം ഒറ്റ ഒന്നിലേക്ക് ഞാൻ മാറ്റി കണ്ടോ, എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളു കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മാംഗോ പൗഡർ ഉണ്ടല്ലോ, ആംചൂർ പൗഡർ എന്ന് പറയും, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഒരു പുളി രസത്തിന് വേണ്ടിയിട്ട്. അത് വാങ്ങാൻ കിട്ടും. ഞാൻ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഈ പ്രാവശ്യം എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ മാങ്ങ പൊടി വാങ്ങാൻ കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഇതിപ്പോൾ 2 ട്രിപ്പായിട്ട് എനിക്ക് പൊടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ആ നമ്മളെടുത്ത കശ്മീരി പിരിയൻ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് പറഞ്ഞാൽ ഇതിപ്പോൾ കാണുമ്പോൾ നിറച്ചും കാണുന്നുണ്ട് ഈ മിക്സിയുടെ ജാറിൽ, പക്ഷേ പൊടിക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അതാ തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മിക്സിയുടെ ജാറിൽ ഇപ്പോഴും സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ മറ്റേതും കൂടി ഇട്ടിട്ട് ബാക്കിയും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നുകൂടി പൊടിച്ചെടുക്കുകയാണ്. അപ്പം അടിയിലുള്ളതും കൂടി നന്നായിട്ട് ഒന്നും കൂടി പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഫുള്ളായിട്ട് ഇട്ടിട്ട് അപ്പം കുറച്ചുകൂടി ഞാൻ നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പൊടിച്ചെടുത്ത് വരാം. കണ്ടോ, എല്ലാം കൂടി ഞാൻ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിനകത്ത് ഉപ്പുണ്ടോ അതോ എരിവ് വേണോ എന്നെല്ലാം നോക്കി ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിത് നമ്മളുടെ മുരിങ്ങയില പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച മുരിങ്ങയിലയുടെ പൊടിയാണ്. ക്രിസ്പി ആക്കിയിട്ട് എയർ ഫ്രയറിൽ ഞാൻ ഉണക്കിയിട്ട് പൊടിച്ച് വെച്ചതാണ് ഇത്. ഇത് 2, 3, 4 എത്ര സ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കൂടെ ഞാനിതാ എരിവിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മുളക് പൊടിയാണ് വേണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. ഉപ്പ് കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി നോക്കുക, എല്ലാം പാകമാണോ എന്ന് നോക്കുക. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഞാനൊരു ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ അത് മോൻ വന്നപ്പോൾ ഉടനെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഇത് ഞാനിനിയിപ്പോൾ ഇനി ഒരു കുപ്പിയിലാക്കി വെക്കും, അടച്ച് വെക്കും. ആവശ്യമുള്ളത് ചെറിയ കുപ്പിയിലാക്കിയിട്ട് എന്നും എടുക്കേണ്ടത് ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് വേറെയും മാറ്റി വെക്കാം. ഇതിനകത്തേക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണോ വേണ്ടേന്നൊക്കെ ഈ സമയത്ത് നോക്കിക്കോളണേ. കണ്ടോ, ഞാനിതാ വലിയൊരു ഭരണിക്കകത്തും ആക്കി ഒരു ചെറിയ കുഞ്ഞു കുപ്പിയിലും ആക്കി വെച്ചിട്ടുണ്ട്. ഡെയിലി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാര്യമായിട്ട് പറയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മാത്രം മതി നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോൾ. അതിൻ്റെ കൂടെ ഞാൻ വെള്ളയപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇത് തന്നെ മതി. ഇതാ കറിവേപ്പില ആരും പാഴാക്കി കളയരുത്.
എല്ലാം എനിക്ക് കറിവേപ്പില കാണുമ്പോഴേക്കും ഇങ്ങനെയൊക്കെയാണ് ഓർമ്മ വരിക എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഒരു വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഇഷ്ടംപോലെ തന്നു. അവർ ചോദിക്കുമ്പോൾ വേഗം തരും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിപ്പോൾ ദാ നമ്മൾ സാധാരണ ഗോതമ്പപ്പൊടി കുഴച്ച ഒരു ചപ്പാത്തീൻ്റെ റോളാണ് ഇത്. ഉണ്ടയാണേ അത് പരത്തിയെടുക്കുക. ചപ്പാത്തി സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തും പോലെ പരത്തിയെടുത്തിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് നിങ്ങളെ ഐഡിയ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോളും, ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ പറയുകയാണ്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്ക്. പിന്നെ വേറെ ഒന്നും വേണ്ട, അത് വെറുതെ ചായക്ക് അങ്ങനെ തന്നെ കഴിക്കാം. നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. ഇനി നമ്മളുടെ ഈ പൊടി നമ്മൾ ഉണ്ടാക്കി വെച്ച പൊടി നെയ്യ് കുറച്ചെടുത്ത് ആദ്യം നമുക്കൊന്ന് ഇതിൻ്റെ മേലെ നെയ്യ് കഴിക്കാത്തവരാണെങ്കിൽ ഓയിലെങ്കിലും ഇച്ചിരി തൂവി കൊടുക്കുക. കാരണം നമ്മളുടെ ആ പൊടിയൊന്നും അതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നെയ്യ് പുരട്ടിയാൽ ഒരു നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം പൊടി നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച പൊടിയില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുക. എത്ര വേണോ അത്ര ഇട്ടാൽ മതി. ഒരുപാട് വേണമെന്നില്ലെങ്കിൽ ഇടണ്ട, കുറച്ചിട്ടാൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടി അതിനകത്ത്. ഇനി ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തിട്ട് നമുക്കൊന്നുകൂടി ഇങ്ങനെ വട്ടത്തിലാക്കി എടുത്തതിന് ശേഷം പഴയതുപോലെ തന്നെ ഒന്നുകൂടി അത് ഉരുട്ടിയെടുക്കുക. നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുക. പുറത്തേക്കായതൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമുക്ക് രണ്ടാമത് ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി ചുടും പോലെ തന്നെ പരത്തിയെടുക്കുക. ഈ സമയം കൊണ്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് പരത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ കറിവേപ്പില കാണുമ്പോഴേക്കും എനിക്ക് ഇതുപോലെ പലതും, ഞാൻ ഇതിന് മുമ്പും കറിവേപ്പിലയുടെ ചമ്മന്തിപ്പൊടിയൊക്കെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ഓയിൽ തലയിൽ തേക്കുന്ന ഓയിൽ ഉണ്ടാക്കണം. അതിന് കുറച്ചുകൂടി കറിവേപ്പിലയുടെ ആവശ്യമുണ്ട്. കറിവേപ്പിലയൊക്കെ തീർന്നു. ഇനി അതും കൂടി സംഘടിപ്പിച്ചിട്ട് വേണം ഓയിൽ ഉണ്ടാക്കാൻ. വേണ്ട ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് നല്ലൊരു തവയിലേക്ക് ഇട്ടത് ചുട്ടെടുക്കാം. നല്ല ടേസ്റ്റാണ്. ആ ഉപ്പും പുളിയും ഒരു പുളിരസവും ഉപ്പും എരിവും എല്ലാം കൂടി ആയിട്ടുള്ളൊരു ചപ്പാത്തിയായി മാറും. നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ആ പൊടിയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ അല്ലെങ്കിൽ ചപ്പാത്തിപ്പൊടി കുഴയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂട്ടി കുഴച്ചാൽ ഒരു നല്ല കളറും കൂടി കിട്ടും. ഇതുപോലെ ചുട്ടെടുക്കുക. രണ്ട് ഭാഗവും മറിച്ചിട്ട് തിരിച്ചിട്ടൊക്കെ കുറച്ചുകൂടി നെയ്യൊക്കെ ചേർത്ത്, നെയ്യില്ലെങ്കിൽ ഇച്ചിരി ഓയിലൊക്കെ ചേർത്ത്, ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ടാക്കുക. സാധാരണ പോലെ നമ്മൾ ചപ്പാത്തി പരത്തും പോലെ തന്നെയാണ് കേട്ടോ ചപ്പാത്തി പരത്തി ഉണ്ടാക്കുന്നത്. കേട്ടോ ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല പൊങ്ങി വരും. കുറച്ച് എണ്ണയൊക്കെ തടവി, അല്ല നെയ്യാണ്, ഞാൻ നെയ്യാണേ വരട്ടുന്നത്. നല്ല സ്വാദാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾക്ക് ഇങ്ങനെ മാത്രം ടിഫിനിൽ ഉണ്ടാക്കി കൊടുത്താൽ അത് മതി അവർക്ക് കഴിക്കാൻ. വേറെ ഒന്നും വേണ്ട. ഇതിൻ്റെ കൂടെ ഒരു കറി കൊടുത്തു വിടണമെന്നോ തോരൻ കൊടുത്തു വിടണമെന്നൊന്നും വിചാരിക്കേണ്ട. ഇങ്ങനെ മാത്രം മതി. ഇതുണ്ടോ. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സുമാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.